ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ ഇന്നലെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നത് 24,550 മുകളിൽ മാർക്കറ്റിൽ ക്യാൻഡിൽ ക്ലോസിങ്, അതിനുശേഷം റീടെസ്റ്റേഷൻ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം കോൾ സൈഡ് ട്രേഡ്, ഡൗൺ സൈഡ് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. രാവിലെ ഓപ്പൺ ചെയ്ത് ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് എന്ന് പറയാം, ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ ക്ലോസിംഗിൽ അതിൽ വന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസത്തെ അതേപോലെ തന്നെ ക്ലോസിങ്ങിൻ്റെ അവിടെ വന്നിട്ട് തിരിച്ചൊരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് നേരെ മുകളിൽ പോയി. ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഈ ഒരു ഏരിയ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൽ 24,500 കോളിൻ്റെ പ്രീമിയം 152 രൂപയുടെ മുകളിൽ പോവുകയാണെങ്കിൽ, അതായത് ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിലുള്ള പ്രീമിയം പോവുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അതെന്തായാലും പിന്നെ മാർക്കറ്റ് ചെയ്തില്ല, ആ ഒരു പ്രീമിയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്കവിടെ പിന്നെ ട്രേഡറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇന്നുണ്ടായിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ. ഇനി നാളേക്ക് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ, ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റിനെങ്കിലും ക്യാൻഡിൽ ക്ലോസ് തരണം. ഈ ഒരു ലെവലിൽ റീട്രസ് തരണം, അതിനുശേഷം എന്ത് ചെയ്യണം, റിക്കവറി തരണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡുകളുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 24,320 എന്നുള്ള ലെവലിൽ താഴെ വരികയാണെങ്കിൽ മാത്രം ചെയ്യാം, നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 1-2 ദിവസം ഇവിടെ നിൽക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഈ ഏരിയയിൽ നമ്മൾ ട്രേഡൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, ഈ ഏരിയയിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് നാളേക്ക് നമ്മൾ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്ത സമയത്തും നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഈ മുകളിൽ മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് വരുന്ന ഓരോ ഡൗൺ സൈഡിന് ശേഷം വരുന്ന പുൾ ബാക്കിൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. 3 ക്യാൻഡിൽ വന്ന റെഡ് ക്യാൻഡിലാണ് ഒറ്റ സിംഗിൾ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് അടുത്ത 3-4 ക്യാൻഡിൽ വന്നത് അടുത്ത സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു എന്നുള്ള ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്ത സമയത്താണ് നമുക്ക് ഒന്നും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടിയത് നമ്മൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷേ അത് ഒരു ട്രേഡ് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് മൂവ് ചെയ്തത് ഒന്ന് നിഫ്റ്റി ബാങ്കും, രണ്ടാമത് ഫിൻ നിഫ്റ്റി ആയിരുന്നു. അതിൽ സെയിം സിനാരിയോ, അതായത് ക്ലോസിങ്ങിൻ്റെ അവിടെ വന്നു, അതിനുശേഷം എന്ത് ചെയ്തു, ഷാർപ്പ് റിക്കവറി അല്ലേ, 52,700 അല്ലെങ്കിൽ 700 ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, 53,190 വരേക്ക് മാർക്കറ്റ് പോയി. ഒരു 500 പോയിന്റിൻ്റെ അടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടോ, ഷാർപ്പായി റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നിഫ്റ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യില്ല, ഈ ഒരു ട്രേഡ് മിസ്സായി എന്നുള്ളതാണ്. അതിനുശേഷം 11:55 നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ബാങ്ക് നിഫ്റ്റിയും സെയിം സിനാരിയോ ക്രിയേറ്റ് ചെയ്തു. 53,162 നിന്ന് 52,885 എന്നുള്ള ലെവലിലേക്ക് സിംഗിൾ ക്യാൻഡിൽ നല്ലൊരു പാള് തന്നു. പിന്നെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് അത് റിക്കവർ ചെയ്തു. പക്ഷെ നിഫ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഏരിയ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നാളെ നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയക്ക് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് പ്ലാൻ ചെയ്യാം. 53,550, അത് കഴിഞ്ഞാൽ 53,735 എന്നുള്ള ലെവലുകൾ എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൻ്റെ താഴെ വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഏരിയയിൽ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയയിലാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ താഴെ സ്റ്റോക്ക് വെച്ചിട്ട് ട്രേഡ് മേലേക്കാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. സെയിം സിനാരിയോ ആണ് നിഫ്റ്റി ബാങ്കിലും പിൻ നിഫ്റ്റിയിലും ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. ഇനി സെൻസെക്സ് നോക്കുക, സെൻസെക്സും നിഫ്റ്റിയുടെ സെയിം ചാർട്ടാണ് ഇന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെൻസെക്സ് ഈ ഒരു ഏരിയയിൽ കുറച്ചധികം സമയം കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഡൗൺ തന്ന സമയത്തും നിഫ്റ്റി എന്ത് ചെയ്ത് ഇത്രയും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ബ്രേക്ക് ഡൗൺ ഇതുവരെ തന്നോ അത്രയും ഭാഗത്തേക്ക് എന്തിനായിരുന്നു സെൻസെക്സ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നീട്. അപ്പം നാളേക്ക് ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയക്ക് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം ചെയ്യാം, നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു 80,400 താഴെ വരികയാണെങ്കിൽ മാത്രം ചെയ്യാം, ഉച്ചയ്ക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഇനി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, ഇവിടെ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം, മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നല്ലാതെ വേറെ ട്രേഡുകളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ചെറിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഗ്യാപ് ഡൗൺ ആണെങ്കിലും മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക നമ്മൾ ബാക്കിയുള്ള എല്ലാ ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പ് നമ്മൾ മറ്റുള്ള ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റിൽ 2 ദിവസമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 3 ദിവസം പോസിറ്റീവായിട്ട് മൂവ് ചെയ്തു, ഇന്ന് നെഗറ്റീവായിട്ടാണ് മൂവ് ചെയ്തത്.
ഫസ്റ്റ് പിന്നെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്തതിനു ശേഷമാണ് സെക്കൻഡ് ആപ്പിൽ നെഗറ്റീവ് വന്നത്. അത് പിന്നെ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 ക്യാനിൽ എപ്പോഴും ഗ്രീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ 4ാമത്തെ ക്യാനിൽ റെഡിലേക്ക് മാറാൻ അല്ലെങ്കിൽ ഹോൾട്ട് ക്യാനിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഒരു 3 ക്യാനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാനിൽ വന്ന് ഒരു ഹോൾട്ട് ക്യാനിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ സമയത്തും ഏകദേശമൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി 3 അല്ലെങ്കിൽ 4 ക്യാനിൽ കണ്ടിന്യൂസ് ബുള്ളിഷ് ആണെങ്കിൽ ഒരു ക്യാനിൽ അതിന് എഗൻസ്റ്റ് മൂവ് ചെയ്ത ശേഷം പിന്നെ കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈ ഒരു ക്യാൻഡിന് താഴെ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്ത് ഒരു പൊസിഷൻ ട്രേഡൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുള്ളതിന് മുമ്പൊക്കെ. അപ്പോൾ ആ ഒരു സിനാരിയോയാണ് ഇന്നും ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നല്ല ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും, സ്റ്റോക്സിലൊക്കെ ലോങ് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കാവുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.